ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജറായി മന്ത്രി കെ.ടി. ജലീലിന്റെ ബന്ധുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് സംബന്ധിച്ച സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികകളിൽ നിയമനം നടത്തുമ്പോൾ വിദഗ്ധ സമിതിയുടെ ശുപാർശ വേണമെന്ന ചട്ടം പാലിക്കാതെയാണ് കെ.ടി. അദീബിനെ നിയമിച്ചത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനകാലത്ത് പാറക്കൽ അബ്ദുള്ളയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ മന്ത്രി കെ.ടി. ജലീൽ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി ജലീലിനെതിരെയും പാറക്കൽ അബ്ദുള്ള അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നതതല നിയമനത്തിന് ദേശീയ അംഗീകാരമുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ ആവശ്യമാണോ? എങ്കിൽ കെ.ടി. അദീബിന്റെ നിയമനകാര്യത്തിൽ ഈ ചട്ടം പാലിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു പാറക്കൽ അബ്ദുള്ളയുടെ ചോദ്യം. ശുപാർശ ആവശ്യമാണെന്നും എന്നാൽ അദീബിന്റെ കാര്യത്തിൽ ചട്ടം പാലിച്ചിട്ടില്ലെന്നും മന്ത്രി കെ.ടി. ജലീൽ മറുപടിയിൽ പറയുന്നു. എന്നാൽ ബന്ധു നിയമനത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇങ്ങനെ: ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചട്ടലംഘനമോ ഭരണഘടനാ ലംഘനമോ ഉണ്ടായിട്ടില്ല. മന്ത്രി ജലീലും ബന്ധു അദീബിന്റെ നിയമനത്തിൽ ചട്ടലംഘനമില്ലെന്ന് ആവർത്തിച്ചിരുന്നു. എന്നാൽ പാറക്കൽ അബ്ദുള്ളയുടെ ചോദ്യത്തിന് നിയമനത്തിൽ ചട്ടലംഘനമുണ്ടായെന്ന് മന്ത്രി തന്നെ സമ്മതിച്ചതോടെ സർക്കാരും വെട്ടിലായി. മുഖ്യമന്ത്രിയും മന്ത്രിയും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കാണിച്ച് പാറക്കൽ അബ്ദുള്ള അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള അദീബിന്റെ നിയമനം വിവാദമായതിനെ തുടർന്ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിരുന്നു. സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥനായ അദീബിനെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് നിയമിച്ചത്. മീഡിയ 1, തിരുവനന്തപുരം.